ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ മുല്ലപ്പൂ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സമ്മറിലാണല്ലോ അധികം മുല്ലപ്പൂ വീട്ടിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ എല്ലാ സമ്മറിലും ഞങ്ങൾ വീട്ടിൽ പോണ സമയത്ത് നിറയെ മുല്ലപ്പൂ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം അതെ, ഞങ്ങൾ വീട്ടിലേക്ക് പോണതിന് മുമ്പേ തന്നെ പൂവ് വിരിയാൻ തുടങ്ങി കേട്ടോ. നല്ല മണമാണേ, അതായത് നമ്മുടെ സാധാരണ മുല്ലപ്പൂവിൻ്റെ മണം. പിച്ചിമുല്ല, അരിമുല്ല അതൊക്കെ വേറെ മണല്ലേ, ഇത് സാധാരണ മുല്ലയുടെ മണമാണ്. പക്ഷെ നോക്കൂ, ഇതിൻ്റെ സൈസ് നല്ല വലുപ്പല്ലേ. അപ്പോൾ ഈ പൂവ് എനിക്ക് എവിടുന്നാണ് കിട്ടിയതെന്ന് അറിയണ്ടേ? എൻ്റെ ഒരു ആന്ധ്ര ഫ്രണ്ട് എനിക്കിത് തന്നതാട്ടോ. ആ കുട്ടി എനിക്കൊരു കൊമ്പ് തന്നു. അത് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചു. ചെടി നന്നായി വളർന്നു, അതിൽ പൂവുണ്ടായി. അപ്പോൾ അതിന്ന് അമ്മ ഒരു കൊമ്പ് നാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ ഈ ചെടി. ഈ ചെടി ഇവിടെ മാത്രമല്ല, ഇതൊരു ചെടിയേ ഉള്ളൂ. ഇതേപോലെ നിറയെ ചെടി അമ്മ അവിടെ ഇവിടെയും വെച്ചിട്ടുണ്ട്. അതിൽ നന്നായി പൂത്തിട്ടുമുണ്ട്. ഈ പൂവിൻ്റെ ചെടി ഞങ്ങളുടെ ഈ വീട്ടിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇത് കണ്ടിട്ട്, ഇതിൻ്റെ മണവും ഇതിൻ്റെ വലുപ്പവും ഒക്കെ കണ്ടിട്ട് എൻ്റെ അമ്മാവിൻ്റെ വീട്ടിലും എൻ്റെ മേമയുടെ വീട്ടിലും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൂക്കൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പൊട്ടിച്ചത്. ഇപ്പോൾ നോക്കൂ, നമുക്കിതിൻ്റെ മൊട്ട് കാണാം. കണ്ടോ എന്ത് വലുതാണ്. ഇനി ഇതാരാ പൊട്ടിച്ചത് എന്ന് കാണണ്ടേ നിങ്ങൾക്ക്? വരൂ നമുക്ക് നോക്കാം. അപ്പോൾ അമ്മയാണ് മുല്ലപ്പൂ കാലത്ത് എല്ലാ വൈകുന്നേരവും മുല്ലപ്പൂ മൊട്ട് പൊട്ടിക്കുക, മാല കോർക്കുക, പിറ്റേ ദിവസം അത് ദൈവത്തിന് ചാർത്തുക ഒക്കെ ചെയ്യാറ്. ഞാനും കൂടാറുണ്ട് ഞാൻ അവിടെ ഉള്ളപ്പോൾ. ഇന്നെന്തായാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു മുല്ലമൊട്ട് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരു മൊട്ട് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളുടെ കണ്ണ് അടുത്ത പൊട്ടിക്കാനുള്ള മൊട്ടിലേക്ക് പോവുക. അങ്ങനെ പൊട്ടിച്ച് അന്നത്തെ മുല്ലമൊട്ട് ഏകദേശം കഴിയാറായി എന്ന് വരുമ്പോൾ, കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവസാനം ഒരു മുല്ലപ്പൂ മൊട്ട് കാണുമല്ലോ, അത് പൊട്ടിക്കുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നിങ്ങൾക്കും ഇങ്ങനെ തോന്നാറില്ലേ? ഇതല്ലേ നമ്മളുടെ ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. എനിക്ക് സഹിച്ചില്ല കേട്ടോ, ഞാനും മൊട്ട് പൊട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ 2-3 മൊട്ട് പൊട്ടിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തു. അങ്ങനെ ഞാനും മമ്മിയും എന്താ ചെയ്യണമെന്ന് നോക്കിക്കൊണ്ട് വേറൊരാൾ വന്നു. മറ്റാരുമല്ല, നമ്മുടെ ബോസ് ബേബി. അപ്പോൾ അമ്മ അവന് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുത്തു. എങ്ങനത്തെ മൊട്ടാ പൊട്ടിക്കണ്ട, എങ്ങനെയാ പൊട്ടിക്കണ്ടെന്നൊക്കെ. അവനും തുടങ്ങി പൊട്ടിക്കാൻ. അയ്യോ, ഇതിന്റെ വാല് പൊട്ടിച്ചു ചെക്കൻ. പൊട്ടിക്കാറില്ല. അതാ ഇത് പൊട്ടിക്കുക 2. അപ്പൊ അങ്ങനെ ഇന്നത്തെ മൊട്ട് പൊട്ടിക്കല് ഏകദേശം അവസാനിച്ചു. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയാണ് അടുത്ത പണി, മുല്ലമൊട്ട് കോർക്കുക. അമ്മയ്ക്ക് കെട്ടാനൊക്കെ അറിയാം, പക്ഷേ കുറേ മൊട്ടുള്ളതുകൊണ്ട് അമ്മ കോർത്തോണ്ടിരിക്കുകയാണേ. അതുകൊണ്ട് വേഗം പണി കഴിയല്ലോ വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ ഈ മുല്ലപ്പൂക്കൾ എവിടെ എത്തുക എന്ന് കാണണ്ടേ? വരൂ നമുക്ക് കാണാം കേട്ടോ. അമ്മ ഓരോ ദിവസവും മാലയുടെ വലുപ്പം അനുസരിച്ചിട്ട് ഓരോ ദൈവങ്ങൾക്ക് ചാർത്തി കൊടുക്കുകയാണ് പതിവ്. വേറെ വിശേഷങ്ങളും വീഡിയോവുമായിട്ട് പിന്നെ കാണാം. ജയ് ശ്രീകൃഷ്ണ.